മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും നിയന്താവുമാണ് അള്ളാഹു. ഈ അണ്ടകടാഹങ്ങളെയെല്ലാം അടക്കി ഭരിക്കുന്ന സർവജ്ഞാനിയും സർവശക്തനുമായ ഉടയ തമ്പുരാൻ. അവനെക്കുറിച്ചുള്ള അറിവും തിരിച്ചറിവുമാണ് മനുഷ്യൻ്റെ ജ്ഞാനബാധ്യതകളിൽ അതിപ്രധാനം. അതിനാവശ്യമായ ദൃഷ്ടാന്തങ്ങൾ നിറച്ചാണ് ഈ മഹാപ്രപഞ്ചത്തെ അവൻ സംവിധാനിച്ചിട്ടുള്ളത്. ഒരിടത്തും അവൻ്റെ പേരോ പ്രതിമയോ വിഗ്രഹമോ കൊത്തിവെച്ചിട്ടില്ല. അരൂപിയായ അള്ളാഹുവിനെ സൃഷ്ടികളുടെ രൂപലോകത്ത് പ്രതിഷ്ഠിക്കാനാവുകയുമില്ല. പിന്നെ അവനെ തിരിച്ചറിയാനുള്ള മാർഗമെന്താണ്? ശൂന്യതയിൽ നിന്ന് ഉന്മലോകത്തേക്ക് കടന്നുവന്ന ഓരോ സൃഷ്ടിയും അവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തന്നിലേക്കും തൻ്റെ ചുറ്റുപാടിലേക്കും ദൃഷ്ടി പായിച്ച് പടച്ചവൻ്റെ അജയ്യതയെക്കുറിച്ച് മനസ്സിലാക്കാനാണ് മനുഷ്യനോട് ആജ്ഞാപിക്കപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഗാശിയയിൽ പറയുന്നത് കാണാം: ഒട്ടകത്തിൻ്റെ നേർക്ക് അവർ നോക്കുന്നില്ലേ? അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുവെന്ന്. ആകാശത്തേക്ക് അവർ നോക്കുന്നില്ലേ? അതെങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്ന്. പർവ്വതങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ? അവയെ എങ്ങനെ നാട്ടപ്പെട്ടിരിക്കുന്നുവെന്ന്. ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ? അതെങ്ങനെ വിധാനിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ഇത്തരം കൽപ്പനകൾ ഖുർആനിൽ നിരവധിയുണ്ട്. സ്വന്തത്തിൽ നിന്ന് തുടങ്ങി മഹാപ്രപഞ്ചത്തിൻ്റെ മുഴു പ്രതിഭാസങ്ങളിലും അള്ളാഹുവിനെ കണ്ടെത്താനാവുമെന്നാണ് അവയുടെയൊക്കെ കാതൽ. അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ നാമങ്ങളിലൂടെ അവനെ തിരിച്ചറിയണം. വിശേഷണങ്ങളിലൂടെ അവനിലേക്ക് സഞ്ചരിക്കണം. അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവും തിരിച്ചറിവും അങ്ങനെ സാധിച്ചെടുക്കാനാണ് വിശ്വാസികളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ നാമവിശേഷങ്ങളിൽ അതിപ്രധാനമായ അസ്മാ ഉൽ ഹുസ്ന 99 നാമങ്ങളാണ്. ഓരോന്നിനും അതിഗൗരവമുള്ള അർത്ഥവൈപുല്യവും ആശയവ്യാപ്തിയുമുണ്ട്. മഹത്തുക്കളായ മശായിഖുമാരുടെ ദിനേനയുള്ള വിറുതുകളിൽ കടന്നുവരുന്ന അസ്മാ ഉൽ ഹുസ്ന വളരെ വലിയ അനുഭവമുള്ള അദ്കാറുകളാണ്. അള്ളാഹുവിനെ അറിയുന്നവരെക്കുറിച്ച് ആരിഫ് എന്നാണ് പ്രയോഗിക്കാറുള്ളത്. ഇലാഹി ജ്ഞാനത്തിനായി ഇറങ്ങിത്തിരിച്ചവരുടെ സാന്നിധ്യം ചെറുതല്ല. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ചൊല്ലിയും അവയിൽ നിർദ്ദേശിക്കപ്പെട്ട റിയാദുകൾ പൂർത്തീകരിച്ചും മുടങ്ങാതെ പതിവാക്കിയും അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുകയാണവർ. അസ്മാ ഉൽ ഹുസ്നയടക്കമുള്ള ദിക്റുകൾ, ഹദ്ദാദു റാത്തീബ് പോലുള്ള വിറുതുകൾ വിശ്വാസികളിൽ നിറക്കുന്ന സ്വാധീനവും കരുത്തും വളരെ വലുതാണ്. വിശ്വാസ ദൃഢതയും ജീവിത ഐശ്വര്യവും രോഗശമനവും ഇലാഹി സാമീപ്യവും തുടങ്ങി നിരവധി പ്രതിഫലനങ്ങൾ അതിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. അതല്ലേ വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചത്: അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് ഹൃദയങ്ങൾക്ക്